ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് അരിത്തമെറ്റിക് പ്രൊഫഷൻ എന്ന ചാപ്റ്ററിലുള്ള കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ടി വി സെറ്റ്സ് ഇൻ എ ഫാക്ടറി ഇൻക്രീസസ് യൂണിഫോംലി ബൈ എ ഫിക്സഡ് നമ്പർ എവറി ഇയർ. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് 16,000 സെറ്റ്സ് ഇൻ 6th ഇയർ ആൻഡ് 22,600 ഇൻ 9th ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് 6th ഇയറിൻ്റെത് തന്നിട്ടുണ്ട്. 6th ഇയർ എന്ന് പറയുമ്പോൾ A6 is equal to 16,000 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 9th ഇയർ A9 equal to 22,600. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതായത് എയും ഡിയും കണ്ടുപിടിക്കുക. A+5D equal to 16,000. A+8D equal to 22,600. First equation, second equation minus ചെയ്യുമ്പോൾ -3D equal to 22,600 എന്ന് 16,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 അതായത് 6,600 എന്ന് വരും. അപ്പോൾ ഡി എന്ന് പറയുന്നത് 6,600/3. അപ്പോൾ 2,200 എന്ന് വന്നു. ഇനി എ കാണാൻ വേണ്ടി A+5 × 2,200 ഈക്വൽ ടു 16,000. അപ്പോൾ എ എന്ന് പറയുന്നത് 16,000 മൈനസ് 22 × 5 എന്ന് പറയുന്നത് 110. അപ്പോൾ 16,000 നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 11,000 മൈനസ് ചെയ്യുമ്പോൾ 5,000 എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് 5,000. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ നമുക്ക് 5,000 ആണ്. ഇൻ വിച്ച് ഇയർ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് 29,200. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എൻ ആണ് കാണുന്നത്. എൻ കാരണം എ എന്ന് പറയുന്നത് 29,200. എൻ ഈക്വൽ ടു A+n-1 × ഡി. എ എന്ന് പറയുന്നത് എത്രയാണ്? 5,000 പ്ലസ് n-1 × ഡി എന്ന് പറയുന്നത് 22,200. അപ്പോൾ 29,200 മൈനസ് 5,000 ഡിവൈഡ് ബൈ 2,200 ഈക്വൽ ടു n-1 മൈനസ് 5,000. അതായത് 24,200 ഡിവൈഡ് ബൈ 2,200 ഈക്വൽ ടു n-1. അപ്പോൾ ഇവിടെ 2 0 നമുക്ക് ക്യാൻസലായി. ഇവിടെ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11, ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 121. അപ്പോൾ 11. n ഈക്വൽ ടു എന്ത് വന്നു? 12 എന്ന് വന്നു. അപ്പോൾ 12th ഇയർ ആണ് നമുക്ക് പ്രൊഡക്ഷൻ എന്താവുക? 29,200 കിട്ടുന്നത്. ഫൈൻഡ് ദ പ്രൊഡക്ഷൻ ഇൻ ഫസ്റ്റ് 3 years. ഫസ്റ്റ് 3 yearsലുള്ള പ്രൊഡക്ഷൻ ആണ് കാണുന്നത്. ഫസ്റ്റ് 3 yearsലുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ S3 ആണ് കാണുന്നത്. അപ്പോൾ S3 ഈക്വൽ ടു 3/2 ഇൻറ്റു, അതായത് 3/2 ഇൻറ്റു 2A. എ എന്ന് പറയുന്നത് 5,000 പ്ലസ് 3 - 1 2 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2,200. അപ്പോൾ 3/2 ഇൻറ്റു 10,000 പ്ലസ് 4,400. അപ്പോൾ 3/2 ഇൻറ്റു എത്രയാണ് വരിക? 14. അപ്പോൾ ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ 7,200 വരും. 7,200 ഇൻറ്റു 0,0,621 21,600 ആണ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് 3 yearsലുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 21,600 എന്ന് വന്നു. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ 7th ഇയർ ആൻഡ് 4th ഇയർ. 7th ഇയറിൻ്റെയും 4th ഇയറിൻ്റെയും നമ്മൾ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. 7th ഇയറിൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്ന് കാണുക, അതുപോലെ 4th ഇയറിൻ്റെതും കാണുക. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 7th ഇയർ എന്ന് കാണാൻ വേണ്ടി A7 ഈക്വൽ ടു 5,000. A 5,000 പ്ലസ് 6 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2,200. അപ്പോൾ 5,000 പ്ലസ്
12 13200. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. A7 എന്ന് പറയുന്നത് 5000 പ്ലസ് 13,200. അപ്പോൾ നമുക്ക് 18,200 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഫോർത്ത് ഇയറിലത് കാണാം. A4 ഈക്വൽ ടു 5,000 പ്ലസ് 3 ഇൻറ്റു 2,200. That is equal to 5,000 plus 6,600. 11,600. ഇനി ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് വേണ്ടത്. 18,200 മൈനസ് 11,600. അപ്പോൾ 6,600. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6,600. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.